ഓശാന ഞായർ 2026 വലിയ ആഴ്ചയുടെ ഉദ്ഘാടനമാണ് ഓശാന ഞായർ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥമത്രേ. സർവപ്രതാപത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ ദൈന്യതയുടെ ഒരു വിളിയാണത്. അബ്രാഹവും മോശയും അഹ്റോനും പിന്നീട് വന്ന ന്യായാധിപന്മാരും സാവൂളും ദാവീദും സോളമനും തുടങ്ങിയ 1000 വർഷത്തെ ഇസ്രായേൽ ചരിത്രം കർത്താവിന്റെ ബലത്തിൽ മാത്രം ആശ്രയിച്ച് ഒന്നിനു പുറകെ ഒന്നായി വിജയങ്ങൾ മാത്രം കൊയ്തെടുത്ത ചരിത്രമായിരുന്നു. സർവപ്രതാപത്തിന്റെ കാലഘട്ടമായിരുന്നു. എന്നാൽ പിന്നീട് വന്നവരുടെ കുത്തഴിഞ്ഞ ജീവിതം മൂലം ദൈവകോപം അവരുടെ മേൽ വന്നു പതിക്കുകയും വിഭക്ത ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്തു. 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ രാജ്യവും 2 ഗോത്രങ്ങൾ അടങ്ങിയ യൂദാ രാജ്യവും. ബഹുഭാരതത്വവും ബഹുദൈവാരാധനയും മൂലം BC 721 ഇസ്രായേൽ അസീറിയൻ ആധിപത്യത്തിന് കീഴിലും BC 587 യൂദാ രാജ്യം ബാബിലോണിയൻ പ്രവാസത്തിലേക്കും വീണുപോയി. അവരുടെ ബ്രഹ്മാണ്ഡമായ ദേവാലയവും തകർക്കപ്പെട്ടു. അങ്ങനെ രാജ്യവും രാജാവുമില്ലാതെ ഒരു ജനതയായി അവർ മാറി. മക്കബായ സഹോദരങ്ങൾ പേർഷ്യൻ രാജാവിന്റെ മഹാമനസ്കതയാൽ ദേവാലയ പുനരുദ്ധാന ശ്രമം നടത്തിയെങ്കിലും പിന്നീട് വന്ന അവരുടെ രാജാക്കന്മാരും തുടർന്നു വന്ന യവന രാജാക്കന്മാരും ഗ്രീക്ക് BC 333, അവസാനം വന്ന റോമ സാമ്രാജ്യവുമൊക്കെ BC 63 ഇസ്രായേൽ വംശത്തെ അടിമത്തത്തിലാഴ്ത്തി. ഇങ്ങനെ 700 വർഷത്തിലധികം വിദേശാധിപത്യത്തിന്റെ കരളഹസ്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കാൻ അസ്തമിക്കാത്ത ഒരു രാജ്യത്തിന്റെ അധികാരിയായി ഒരു മിശിഹ വരുമെന്ന പ്രവചനത്തിലാണ് ഇസ്രായേൽ ജനത പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. യേശുവാണ് ആ രക്ഷകനെന്ന് അവർ വിശ്വസിച്ചു. അവന്റെയും ശിഷ്യന്മാരുടെയും പ്രതീക്ഷയും പ്രത്യാശയും അതുതന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കത്തിൽ അവർ പലപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. യേശുവിലുള്ള വലിയ പ്രത്യാശ നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കാനിടയായത്. ഈ ഒരു മാനസിക അവസ്ഥയിലാണ് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് വിജയാട്ടഹസത്തോടെ കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഉച്ചസ്വരത്തിൽ ആർത്തട്ടഹസിച്ചുകൊണ്ട് അവർ അവനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. ക്രമസമാധാന പാലനത്തിനായി നിയോഗിക്കപ്പെട്ട റോമൻ പട്ടാളത്തെ അവൻ അട്ടിമറിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വിപരീതമായി ജെറുസലേം ദേവാലയത്തിന്റെ നേരെ എതിർവശത്തേക്കാണ് യേശു കടന്നുപോയത്. അതോടെ അവനിലുള്ള ജനത്തിന്റെ പ്രതീക്ഷയും നഷ്ടമായി. അതിന്റെ പരിണത ഫലമാണ് 5 ദിവസം കഴിഞ്ഞ് അതേ വഴിയിലൂടെ കുരിശും പേറിയുള്ള ദുഃഖവെള്ളി യാത്ര അവന്റെ ജീവിതത്തിൽ അരങ്ങേറാനിടയായത്. ഓർക്കുക, പ്രതാപവും മേൽ കോയ്മയുമൊന്നും എന്നോളും നിലനിൽക്കുന്നവയല്ല. നമ്മുടെ വർത്തമാന കാലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. റഷ്യയും ഇറാനും അമേരിക്കയുമൊക്കെ സ്വയം അജയ്യ ശക്തികളാണെന്ന് വീമ്പിളക്കിയെങ്കിലും ചെറു രാജ്യങ്ങളുടെ മുമ്പിൽ ആത്മാഭിമാനം അടിയറവ് വയ്ക്കേണ്ട ഗതികേടിലാണ് വന്നുപെട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വങ്ങൾ തകർന്നടിയും, പുതിയ ശക്തികൾ ഉദയം ചെയ്യും. മാനവചരിത്രം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആർഭാടവും ധൂർത്തും അധികാരപ്രമത്തതയും തകർന്നടിയുന്ന തന്നെ ചെയ്യും. ഒരു രാജ്യം, ഒരു പ്രസ്ഥാനം അത്യുച്ചത്തിലെത്തുമ്പോൾ ഒരു വീഴ്ച അനിവാര്യമാണ്. പ്രതാപകാലത്ത് മനുഷ്യൻ ദൈവത്തെ മറന്ന് തന്നിൽ തന്നെ ആശ്രയിക്കുന്നു. സത്യദൈവത്തെ മറന്ന ഇസ്രായേല്യരെ പോലെ ക്രൈസ്തവ ചരിത്രത്തിലും ഈ തകർച്ച കാണാൻ കഴിയും. മധ്യനൂറ്റാണ്ടുകളിലെ സമ്പത്തും അധികാരവും ക്രൈസ്തവ അധികാരികളെ മത്തുപിടിപ്പിച്ച ആ കാലഘട്ടമാണല്ലോ ക്രൈസ്തവ സഭയുടെ ഇരുണ്ട കാലഘട്ടമെന്ന് അറിയപ്പെടുന്നത്. കേരള ക്രൈസ്തവ ചരിത്ര പുരോഗതിയിലും ഇത് ദർശിക്കാൻ കഴിയും. റബ്ബർ തോട്ടവും വലിയ വീടും വാഹനവും ബാങ്ക് ബാലൻസും വിദേശ ജോലിയും ഒക്കെയുണ്ടെങ്കിലും വിശ്വാസക്ഷയം സംഭവിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് കേരള ക്രൈസ്തവ സമൂഹം എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആർഭാടങ്ങളാണ് നമ്മുടെ ജീവിതശൈലി. തിരുനാളുകളും വിവാഹം തുടങ്ങിയ ആഘോഷങ്ങളും ആർഭാടത്തിന്റെ കൂത്തരങ്ങുകളായി മാറിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ സമൂഹം അന്യം നിന്ന് പോവുകയാണ് എന്ന ദൗർഭാഗ്യം നാം മറന്നു പോകുന്നു. മക്കളുടെ എണ്ണം കുറഞ്ഞു. ദൈവവിളികൾ തീരെ വിരളമായി. യുവജനങ്ങൾക്ക് പങ്കാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. വിവാഹമോചനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. പ്രായമായ മാതാപിതാക്കളെ വിട്ടുപേക്ഷിച്ച് യുവതലമുറ മറുനാടുകളിലേക്ക് ചേക്കേറുന്നു. ഇന്നത്തെ ഓശാന ഞായർ ആഘോഷങ്ങളിൽ രാജകീയ വസ്ത്രമണിഞ്ഞ
വൈദികന്റെ നേതൃത്വത്തിൽ കുരുത്തോലകളേന്തി ദേവാലയത്തിന്റെ ആനവാതിൽ മുട്ടി ഉള്ളിൽ പ്രവേശിക്കുന്ന ആ നിമിഷം വളരെ ഹൃദയഭർജകമായ ഒരു കാഴ്ചയാണ്. എന്നാൽ കേവലം ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് വിനീതനായി യാത്ര ചെയ്ത ഒരു സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലാണെന്ന് നാം മറന്നുപോകുന്നു. ഇതാ ഞാൻ ഹൃദയവാതിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. അവനോടൊപ്പം ഇരുന്ന് ഞാൻ സ്വർഗീയ വിരുന്ന് ഭക്ഷിക്കുകയും ചെയ്യും. വെളിപാട് 3:20. ഈ ഓശാന ദിനത്തിൽ ദേവാലയ കവാടങ്ങൾക്ക് പകരം നമ്മുടെ ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കാനുള്ള എളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഓശാന ഞായർ ആഘോഷം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിതമാകുക.